ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിബി ബൈ ലിബിയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഓണാഘോഷങ്ങളുടെ ലോങ് വീഡിയോ ആട്ടോ. വൈകിയെന്നറിയാം, എങ്കിലും എല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഇവിടുത്തെ ഔട്ട്ലുക്കിലെ മലയാളി അസോസിയേഷൻ്റെ ഓണാഘോഷം ഓൾറെഡി കഴിഞ്ഞായിരുന്നു. എങ്കിലും വളരെ പണ്ട് മുതൽക്കേ തന്നെ നമ്മൾ ചെയ്തു വരുന്നൊരു കാര്യമാണ് വീട്ടിൽ സദ്യ ഒരുക്കുന്നതും എല്ലാവരും ഒരുമിച്ച് ഓണസദ്യ ഉണ്ണുന്നതും ഒക്കെ. അതുകൊണ്ട് ഇത്തവണയും ഞങ്ങളത് മുടക്കിയില്ല. പക്ഷേ ഇത്തവണത്തെ ഓണം നമുക്കൊരു ധൃതി പിടിച്ചിട്ടുള്ള ഓണമായിരുന്നു. കാരണം നാട്ടിൽ നിന്ന് വന്നിട്ട് അധികം ദിവസമായിട്ടില്ല. അപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ടുപേരും ഡ്യൂട്ടിയൊക്കെ ആയിട്ട് ഒത്തിരി ബിസി ആയിരുന്നു. അതേപോലെ തന്നെ ഇത്തവണത്തെ ഓണസദ്യ റെഡിയാക്കലൊക്കെ ഞാൻ തനിച്ചായിരുന്നു കേട്ടോ. ടോമിനാണെന്നുണ്ടെങ്കിൽ 12 hour ഡേ ഷിഫ്റ്റ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ പിള്ളേർ 3 പേരും സ്കൂളിൽ പോകുന്നുണ്ട്. ഹെവിൻ ഈ വർഷം കിൻഡർഗാർട്ടൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ പിള്ളേരെല്ലാം തന്നെ സ്കൂളിൽ പോയി. അങ്ങനെ അവർ സ്കൂളിൽ കൊണ്ടുപോയി വിട്ട് വന്നിട്ടാണ് ഞാൻ ഓണസദ്യ റെഡിയാക്കാൻ തുടങ്ങിയത്. എല്ലാം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് ഉച്ചയ്ക്ക് ശേഷം കേട്ടോ. കാരണം എന്തായാലും ടോം 12 hour ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ 7:30 കഴിയും. അപ്പോൾ ആ നേരത്തേക്ക് സദ്യ റെഡിയാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. സദ്യ ഒരുക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. കാരണം രണ്ടും കൂടെ നടക്കത്തില്ലല്ലോ. വീഡിയോ പിടുത്തവും പച്ചക്കറി ഏരിയയിലും കൂടെ ഒരിക്കലും നടക്കത്തില്ല. അതുകൊണ്ട് ടോം ബ്രേക്കിന് വന്നപ്പോൾ എടുത്തു തന്ന കുറച്ച് വീഡിയോസൊക്കെ ആട്ടോ ഇത്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിൻ്റെ ക്ഷീണവും ഒറ്റയ്ക്ക് സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ മടുപ്പും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഓണസദ്യ കഴിക്കാമല്ലോ എന്ന് ഓർത്തപ്പോൾ അതെല്ലാം മറന്ന് ഞാൻ വളരെ വേഗത്തിൽ തന്നെ സദ്യ ഉണ്ടാക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഓണസദ്യയൊക്കെ ഒരുക്കി ടോം വരുന്നതിന് മുന്നേ തന്നെ ഓണക്കോടിയൊക്കെ കൊടുത്ത് ഞങ്ങൾ റെഡിയായിട്ട് നിന്നു. ഇത്തവണ നാട്ടിൽ പോയതുകൊണ്ട് നമ്മുടെ ബാക്ക് യാർഡിൽ പൂക്കളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തൽക്കാലം ഒരു പ്ലാസ്റ്റിക് പൂക്കളം വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. സംഭവം പ്ലാസ്റ്റിക് ആണെങ്കിലും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻ ഇട്ട് ഹെലനും ഹെയ്ഡനും ഹെവിനും ഒക്കെ ഫോട്ടോഷൂട്ടിന് റെഡിയായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാനും അവരുടെ കൂടെ ജോയിൻ ചെയ്തു. ഓണപ്പൂക്കളത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തും ഹെവിനാണെങ്കിൽ അവനറിയാവുന്ന കുറച്ച് ഓണപ്പാട്ടുകളൊക്കെ പാടിയിട്ടും ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു. അടുത്തത് ഓണസദ്യയാണ്. അപ്പോൾ സദ്യക്കുള്ള വിഭവങ്ങളെല്ലാം തന്നെ മേശപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. 20 കൂട്ടം വിഭവങ്ങളാണ് നമ്മൾ ഇത്തവണ ഓണത്തിന് ഒരുക്കിയിരിക്കുന്നത്. ക്യാബേജും ബീൻസും ചേർത്തുണ്ടാക്കിയ തോരൻ, പുളി ഇഞ്ചി, പരിപ്പ് കറി, ബീട്രൂട്ട് പച്ചടി, പൈനാപ്പിൾ പച്ചടി, സാമ്പാർ, അവിയൽ, കൂട്ടുകറി, 2 തരം അച്ചാറുകൾ, കാളൻ, അച്ചിങ്ങ മെഴുക്ക് വരട്ടി, രസം, പപ്പടം, ചോറ്, ഉപ്പേരി, ശർക്കര വരട്ടി, മത്തങ്ങ പയർ എരിശ്ശേരി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിഭവങ്ങൾ. അങ്ങനെ ഹെയ്ഡനും ഹെവിനും പതിയെ സദ്യ ഉണ്ണാനായിട്ട് തറയിലിരുന്നു. ഇത്തവണ ഹെലനും കൂടെ സെർവ് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് അവളെ കൊണ്ടാണ് നമ്മൾ ഇലയ്ക്ക് ഇടിയിച്ചത്. അങ്ങനെ പതുക്കെ നമ്മൾ ഓരോരോ വിഭവങ്ങളായിട്ട് ഇലയിൽ വിളമ്പി. ഇത്തവണ നാട്ടിൽ പോയപ്പോൾ നമ്മൾ സ്റ്റിക്കർ മുണ്ട് വാങ്ങിച്ചതുകൊണ്ട് കഴിഞ്ഞ തവണ ഹെവിന് ഇരിക്കാൻ പ്രോബ്ലം ഉണ്ടായതുപോലെയൊന്നും ഉണ്ടായില്ല കേട്ടോ. 2 പേരും നല്ല കംഫർട്ടബിളായിട്ട് തന്നെ ഇരുന്നു. ഇത്തവണ പലയിടങ്ങളിൽ നിന്നായിട്ട് ഓണസദ്യ കഴിച്ചെങ്കിലും സ്വന്തം കൈകൊണ്ടുണ്ടാക്കി അത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ആസ്വദിച്ച് കഴിക്കുമ്പോൾ അത് കാണുന്നുള്ള ഒരു സുഖം വേറെ ഒരിടത്തുനിന്നും കിട്ടത്തില്ല. അങ്ങനെ ക്യാമറയൊക്കെ ഒരിടത്ത് പൊസിഷൻ ചെയ്തിട്ട് ടോം കൂടെ വിളമ്പാൻ തുടങ്ങി. ടോം വന്നതിന് ശേഷം നമ്മുടെ സ്പീഡിൽ തന്നെ വിളമ്പലൊക്കെ നടന്നു. ഇത്തവണ ഓണസദ്യ ഉണ്ടാക്കാൻ കുറച്ച് മെനക്കെട്ടെങ്കിലും നമ്മളുണ്ടാക്കിയ ഭക്ഷണം എല്ലാവരും ആസ്വദിച്ച് കഴിക്കണ കാണുമ്പോൾ ആ മെനക്കേടും മടുപ്പും ഒക്കെ ഒന്നുമില്ലാതായിത്തീരും. അങ്ങനെ അവസാനം എല്ലാവർക്കും ഒരു ഗ്ലാസ് വെള്ളം കൂടെ കൊടുത്തിട്ട് ടോമും നമ്മുടെ കൂടെ കഴിക്കാൻ വന്നിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ല കേട്ടോ, എല്ലാ കറികളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും സ്കോർ ചെയ്തത് പൈനാപ്പിൾ പച്ചടിയായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഹെയ്ഡനും ഹെവിനും ആണെന്നുണ്ടെങ്കിൽ കിടന്നും ഇരുന്നും ഒക്കെ സദ്യ കഴിക്കുന്നുണ്ടായിരുന്നു. കാനഡയിലേക്ക് വരുന്നതിന് മുന്നേ കുക്കിങ്ങിന് ഞാനത്ര എക്സ്പേർട്ട് ആയിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം തനിയെ ഫുഡൊക്കെ ഉണ്ടാക്കിയാണ് എൻ്റെ കുക്കിംഗ് സ്കിൽസും കോൺഫിഡൻസും ഒക്കെ തന്നെ കൂടിയത്. ഇപ്പോൾ തനിയൊരു സദ്യ വയ്ക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഓക്കെ കേട്ടോ. കഴിഞ്ഞ ഓണത്തെ ഓണമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇത്തവണത്തെ ഓണം ഒന്നുമല്ലെന്ന് തന്നെ പറയാം. അത്തപ്പൂക്കളും ഓണക്കളികളും മാവേലിയും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ഓണമായിരുന്നു ലാസ്റ്റ് ഇയറിലത്തെ. പക്ഷേ ഇത്തവണ നാട്ടിൽ പോയതുകൊണ്ട് നമ്മൾ തിരിച്ചു വന്നപ്പോൾ എടുത്ത ലീവൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 2 പേരും മാറി മാറി ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ.
അതുകൊണ്ടാണ് തൽക്കാലം ഒരു ഓണസദ്യ കൊണ്ട് ഇത്തവണത്തെ ഓണാഘോഷം ഒതുക്കേണ്ടി വന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ഓണാഘോഷത്തിൻ്റെ വീഡിയോ കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കാണാത്തവരെല്ലാം പോയി ഒന്ന് കാണണേ. അങ്ങനെ അവസാനം പായസത്തിൻ്റെ ഊഴമായി. ഹെലനും ഹെയ്ഡനും ഹെവിനും ചില കറികളൊക്കെ പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചതുകൊണ്ട് അവർക്ക് നമ്മൾ പ്ലേറ്റിലാട്ടോ പായസം കൊടുത്തത്. എനിക്ക് പായസം ഇട്ടപ്പോൾ തന്നെ എല്ലാവരും കൂടെ ഒന്ന് തോണ്ടി തിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചെറുപയർ പരിപ്പിൻ്റെ പായസമാട്ടോ. ടോമാണെന്നുണ്ടെങ്കിൽ പപ്പടവും പഴവും പായസമൊക്കെ കൂട്ടിക്കുഴച്ച് എങ്ങനെയാണ് കഴിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ഡെമോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പൊതുവെ ശർക്കര പായസങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് ചൂസ് ചെയ്തത്. എല്ലാവരും നല്ല ആസ്വദിച്ച് പപ്പടവും പഴവും ഒക്കെ കൂടെ കൂട്ടിക്കുഴച്ച് പായസം കഴിച്ചു. അപ്പോൾ ഈ ഓണസദ്യയോട് കൂടി നമ്മുടെ 2024 ഓണാഘോഷങ്ങൾ ഇവിടെ പൂർത്തിയാവുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓണത്തിൻ്റെ എഡിറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യം നമ്മൾ ഉണ്ടാക്കിയ വീഡിയോ ആക്സിഡൻ്റലി ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ടാട്ടോ വീഡിയോ ഇടാൻ ഇത്രയും വൈകിയത്. അപ്പോൾ ഇനി തുടങ്ങി ഞങ്ങൾ കൃത്യമായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.